തൃശ്ശൂരിൽ ഒരു വയോധികനെ കാടിനുള്ളിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇന്ന് സംസാരിക്കുന്നത്. തൃശ്ശൂർ കാടിനുള്ളിൽ 4 കിലോമീറ്ററോളം ഉൾവനത്തിലാണ് ഇത്തരത്തിലൊരു വയോധികനെ കാട്ടാന ആക്രമിച്ചത്. കാട്ടിൽ നിന്ന് ഈ ശേഖരിക്കാൻ പോയതാണ്. അവരുടെ ജോലി അതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അവർ താമസിക്കുന്ന ഒരു ഊരിലോ ആദിവാസികളുടെ ഒരു മേഖലയാണ്. പക്ഷെ അവിടെ ആനയുടെ ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആനയെ പറ്റി ഇവർക്ക് അറിയില്ലായിരുന്നു ആന സമീപത്തുണ്ടെന്നുള്ളത്. അതിന്ന് പകലാണ്. രാവിലെ 8:30-7 മണിക്കാണ് ഇവർ കാട് കയറിയതെന്നാണ്. ഇവർ താമസിക്കുന്നിടത്തു നിന്നും പിന്നെയും ഈ ഉൾക്കാട്ടിലേക്ക് കയറിയതെന്നാണ് പറയുന്നത്. പുന്നയ്ക്ക അങ്ങനെ എന്തോ ശേഖരിക്കാനാണ് ഇവർ പോയതെന്ന്. മകനും മരുമകനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവരൊക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ 60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളാണ് ആനയുടെ മുമ്പിൽ പെട്ടുപോയതാണ്. ആന ചിലപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഇത്രയും പുറത്തിറങ്ങി വരാറുണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ ചൂടും ചിലപ്പോൾ വെള്ളം കിട്ടാത്തതുകൊണ്ടാവും ആന പുറത്തേക്ക് വന്നത്. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവർക്ക് വന്യജീവികളുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ആനയുള്ള ഏരിയയിൽ അവർ പോവില്ല. അല്ലെങ്കിൽ അവർ സുരക്ഷിതമായിട്ട് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞിട്ട് പോകാറുള്ളൂ. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ട് ആനയുടെ മുമ്പിൽ പെട്ടുപോയി. ഇപ്പം നമ്മളെപ്പോഴും പറയുമ്പോൾ ചിലപ്പോൾ കാട്ടിലുള്ള ആനകളായിരിക്കും, ചിലപ്പോൾ നാട്ടിലുള്ള ആനകളായിരിക്കും. ആന ആക്രമിച്ചിട്ട് ഒരുപാട് പേരായി ഇപ്പം മരിക്കുന്നത്. അപ്പം ഈ നാട്ടിലുള്ളവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് ഈ ചൂടും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതികളും. അതെ അതെ. അല്ലാതെ തന്നെ വേറെ ഈ വനയോര മേഖലയിൽ താമസിക്കുന്നിടത്ത് ആന ഇറങ്ങി ആക്രമണം നടത്താറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂടുതലും ശക്തമായിട്ട് അപലപിക്കുന്നത്. അവര് നമ്മളെ സർക്കാർ ഇടപെടണം, അത് ഒഴിവാക്കണം എന്നൊക്കെ. പക്ഷെ ഈ സംഭവം കുറച്ചുകൂടി. പക്ഷെ ഇപ്പോഴും എനിക്ക് സംഭവം നടന്നേക്കണത് ഈ കാടിനകത്തും ആനകൾ പുറത്തേക്ക് വരണമെങ്കിൽ അവർക്ക് അവിടെ ആവശ്യമായ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ പുറത്തേക്ക്. ആന മാത്രമല്ല, വന്യജീവികളെല്ലാം. കാലാവസ്ഥ ഒരു പ്രത്യേക ഘടകമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ കടുവ വരുന്നു എന്ന്. കടുവ വരുന്നത് ഒരുപക്ഷെ അതിന് തീറ്റ തരാനുള്ള സാധനങ്ങൾ ഈ ചൂട് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാനായാലും മുയലായാലും അതിനകത്ത് പുല്ലും വെള്ളമൊന്നും കിട്ടാതാകുമ്പോൾ ഇതുങ്ങൾ പുറത്തേക്ക് വരും. ഇവരന്വേഷിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ വന്യമൃഗങ്ങളും പുറത്തേക്ക് വരുന്നത്. ആനയായാലും തേടി വരുന്നതായിരിക്കും വെള്ളത്തിൻ്റെയൊക്കെ. പക്ഷെ സർക്കാരും കൃത്യമായിട്ടുള്ള അതിന് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പുല്ലാണ് കാട്ടിൽ കുറവെങ്കിൽ അതിന് വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണോ അതിനാവശ്യം. ഈ ആദിവാസികളോട് താമസിക്കുന്നത് അനധികൃതമായിട്ടൊന്നുമില്ല. സർക്കാരിനും എല്ലാവർക്കും അറിയാവുന്ന. അതെ അതെ. അവരും നമ്മളുടെ വോട്ടേഴ്സ് പേരുള്ള റേഷൻ കാർഡൊക്കെയുള്ള ആൾക്കാരാണ് അവരും. അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്ന ആൾക്കാർ. അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികളൊന്നും ഈ പേപ്പർ വർക്കുകളിൽ മാത്രം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇത് ഉണ്ടാവുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ആലോചന വരും. പക്ഷെ അത് ഏതൊക്കെയോ നിയമക്കുരുക്കുകളിൽ കുരുങ്ങി അവിടെ കിടക്കുന്നു എന്നതിനപ്പുറത്തേക്ക്. ഇപ്പം എല്ലാ ഗവൺമെന്റും സാധാരണ ചെയ്യാറുണ്ട്. മരിച്ച അയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് മാത്രമല്ല, ഇനി ഭാവിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു തുകയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ചേട്ടാ. കിട്ടുന്ന തുകയ്ക്കും ഒരാളുടെ ജീവനൊന്നും ഒരാൾ പോയിന് അതിന് ഈക്വൽ ആയിട്ടുള്ള തുകയല്ലല്ലോ. അങ്ങനെ ഒരു തുകയില്ലല്ലോ. അതെ അതെ, തീർച്ചയായും ഏറ്റവും പ്രധാനമാണ് അതുള്ളത്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി എന്താണ് വേണ്ടതെന്ന് അതിന് കുറെ നമ്മളുടെ നിയമങ്ങളും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഈ വന നിയമങ്ങളും വന്യജീവി സംരക്ഷണ നിയമം എല്ലാം ഒരു തടസ്സമാണ്. പലപ്പോഴും നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന പേരാണ് മനേക ഗാന്ധി. എന്തെങ്കിലും വന്യജീവിയായിട്ട് പ്രശ്നം ഉണ്ടായാൽ അവരതിനകത്ത് ഇടപെടാറുണ്ട്. ഇപ്പം നാട്ടിലെ ഒരുപാട് പേരെ തെരുവ് നായ്ക്കൾ കടിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നൊരു വിഷയമല്ല. അവർ തെരുവ് നായകളെ കൊന്നാൽ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആദ്യം കേസ് കൊടുക്കാനുള്ള പ്രതിഷേധിക്കാൻ അവരുണ്ടാവും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ തെരുവ് നായകൾ എങ്ങനെയാണ് ഇത്രമാത്രം തെരുവിൽ ഉണ്ടാകുന്നതെന്നാണ്. ഓരോ വീട്ടുകാരും ചിലപ്പോൾ അവരുടെ ഉപേക്ഷിക്കുന്നതാണ് അവർ ഈ റോഡ് സൈഡിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുഞ്ഞുങ്ങളായി പെരുകുന്നത്. ഗവൺമെന്റിന് ഒരുപാട് സംവിധാനങ്ങളില്ല അതിനെ സംരക്ഷിക്കാൻ. ഒരു ഷെൽട്ടർ പോലെ സാധനങ്ങൾ തുടങ്ങാം. അല്ലെങ്കിൽ അത് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞൊരു നല്ലതുണ്ട്. ഇതിനെയൊക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള ഒരു മാർഗം വന്നാൽ മതി. പിന്നെ പ്രജനനം ഉണ്ടാവില്ലല്ലോ. അത് ചെയ്യുന്നുണ്ടല്ലോ. അത് പഞ്ചായത്ത് തലത്തിൽ ചെയ്യുന്നുണ്ട്. വന്ധ്യംകരണം നടപ്പാക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ മൃഗസ്നേഹികളിൽ ഈ പറഞ്ഞ പോലെ നല്ലവരുണ്ട്, തട്ടിപ്പുകാരുണ്ട്. അപ്പോൾ ഈ നല്ല ആൾക്കാർ നടത്തണമെങ്കിൽ ഷെൽട്ടർ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് അവർക്കൊരു മന്ത്രി ഒരു ഫണ്ട് പോലെ കൊടുത്താൽ മതി. കാര്യങ്ങളൊന്നും നോക്കിക്കോളും. ആനയുടെ കാര്യമല്ല, പട്ടിയുടെ കാര്യം പറഞ്ഞത്. ആനയുടെ കാര്യമായാലും മനുഷ്യജീവനാണല്ലോ നഷ്ടപ്പെടുന്നത്. ആനയായാലും കടുവയായാലും ഈ പറയുന്ന നായ്ക്കളായാലും. നാട്ടുകാർക്ക് ഷെൽട്ടർ കൊടുക്കാൻ പറ്റുന്നത് ഈ പട്ടിനെ പോലുള്ള തെരുവ്. ഈ കാര്യങ്ങൾ വലിയ ഈ ഘോര വനത്തിലുള്ള ജന്തുക്കളുടെ കാര്യങ്ങൾ അതെല്ലാം ഗവൺമെന്റ് തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതിന് നിയമങ്ങളില്ലെങ്കിൽ അത് ആ രീതിയിൽ പരിഹരിച്ചിട്ട്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ വകമാറ്റം ചെയ്യുന്നുണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാ ബജറ്റിലും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഇവർക്ക് ഇതിനകത്ത് തന്നെ വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ പറ്റാത്തതെന്നുള്ളതൊരു ചോദ്യം തന്നെയല്ലേ. വനത്തിനുള്ളിൽ സംരക്ഷണം അതിനും ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു
കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലോ, അതും ഒരു വലിയ സംഭവമാണ്. അകത്തുള്ള ഉറവയൊക്കെ പറ്റുന്നുണ്ടാവും. അല്ല, ഇത്തരത്തിൽ ഉറവ പറ്റുമ്പോൾ അവിടെ അതിന് വേണ്ട പ്രതിവിധി ചെയ്തു കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണല്ലോ ചേട്ടാ. പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യം ഉത്തരം ലെവലായി വരുന്നില്ല. ഒരു വനം നശിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു തിക്നെസ് കുറഞ്ഞാൽ അത് പിന്നെയും തിക്ക് ഫോറസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു മരം വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 5-10 വർഷം കഴിയുമ്പോൾ പിന്നെ അത് നല്ല നിബിഡ വനമായിട്ട് മാറും. അപ്പോൾ അതിനകത്തുള്ള വന്യമൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. കാരണം അവർക്കുള്ള ആവാസ വ്യവസ്ഥ അവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അതിന് കഴിക്കാനുള്ള ചെറുമൃഗങ്ങളുണ്ടാവും, അതിന് കഴിക്കാനുള്ള പച്ചപ്പുല്ലുണ്ടാവും. അപ്പോൾ അത് അല്ല, നമ്മൾ സൈക്കിൾ എന്ന് പറയില്ല, അതവിടെ കറക്റ്റായിട്ട് വരും. അതില്ലാണ്ട് ബ്രേക്ക് ആകുമ്പോഴാണ് ഈ പുറത്തേക്ക് ആന വരുന്നത്. ഇഷ്ടമായിട്ട് വരുന്നതല്ല, നിവൃത്തിയില്ലാണ്ട് വരുന്നതാണ്. അല്ല, എല്ലാവർക്കും വെള്ളവും ഭക്ഷണവും ഒക്കെ അത്യാവശ്യമാണല്ലോ. അപ്പം മൃഗങ്ങൾക്കായാലും പിന്നെ അവർക്കറിയില്ല അവരുടെ മുൻപിൽ പെടുന്ന ശത്രുവാണോ മിത്രമാണോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മുൻപിൽ വരുന്ന ഒരു മനുഷ്യനെ എതിർക്കാൻ അവര് ചിലപ്പോൾ കാണുന്നത് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. മനുഷ്യൻ പശുവാണോ നോക്കേണ്ട കാര്യമില്ല. തടസ്സം നിൽക്കുന്നതിന് തട്ടി നീക്കിയിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തുമ്പിക്കൈ വെച്ച് എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ സാധാരണ പറയില്ല, ഒരു മൃഗം നടന്നു പോകുമ്പോൾ അതിന്റെ വഴിയിൽ ഒരു തടസ്സം കണ്ടാൽ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ കാലോട് തട്ടി മാറ്റും, തുമ്പിക്ക് വേണ്ടി എടുത്ത് മാറ്റും, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും ഈ മരിച്ച ആളുടെ ബോഡി അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടില്ല, ഉൾവനത്തിലായതുകൊണ്ട് തന്നെ. അവിടെ സാധാരണക്കാർക്ക് എത്താനും പറ്റില്ല. ഇവര് ആ സ്ഥിരം റൂട്ടിൽ പോകുന്നതുകൊണ്ടായിരിക്കും അവര് സഞ്ചരിച്ച് എളുപ്പത്തിൽ രാവിലെ ഈ പറഞ്ഞ പോലെ പുന്നക്കായ പറിക്കാനും എല്ലാം പോകുന്നത്. 8:30 കൃത്യമായിട്ടുള്ളൊരു സമയമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു 8:30 സംഭവം എന്നാണ് പറയപ്പെടുന്നത്.